വിങ്ങൽ മനസ്സിൽ നിന്ന് പോയിട്ടില്ലേ ഈ സിനിമ കണ്ടിറങ്ങിയിട്ട്? അപൂർവമായി മാത്രമാണ് നമുക്കൊരു സ്ക്രീനിൽ ഇങ്ങനെ ഒരു വിങ്ങൽ അനുഭവപ്പെടുക. പലപ്പോഴും നമ്മൾ പറയും സിനിമ കണ്ടിറങ്ങിയിട്ട് ഇങ്ങനെ വേദനയോടെ ഒരു വിഷമത്തോടുകൂടി ഇറങ്ങി പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. പക്ഷെ സിനിമ കുറേ കാലം മനസ്സിൽ നിൽക്കണമെങ്കിൽ ഇത്ര ആർദ്രമായ സിനിമകൾ വേണം എന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ സിനിമ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, പല വിദേശ മേളകളിലും ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഈ സിനിമ. അവിടെയൊക്കെ വളരെയധികം പേര് നേടിയിട്ടുള്ളൊരു സിനിമയാണ് പേരൻറ്. ഇവിടെ എത്താൻ പോകുന്നതേ ഉള്ളൂ. വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ആ സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇത്രയും മനോഹരമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റാമിന് എന്തുകൊണ്ട് മമ്മൂക്കയെ സെലക്ട് ചെയ്തു? തമിഴിൽ നല്ല നടന്മാരുണ്ടാകാതെയല്ലോ. പക്ഷേ ഇതുപോലെ സൂക്ഷ്മാംശങ്ങളിൽ അഭിനയിക്കാൻ കഴിയുന്ന ഇന്ത്യയിൽ ഒരേ ഒരു നടനുള്ളൂ മമ്മൂട്ടി എന്ന് കൃത്യമായി ബോധ്യമുള്ള സംവിധായകർ തന്നെയാണ് ഇന്ത്യയിൽ മറ്റു ഭാഷകളിലുള്ളവർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, മമ്മൂക്കക്ക് ആദ്യത്തെ 2 നാഷണൽ അവാർഡ് കിട്ടിയത് മലയാള സിനിമയിലൂടെയായിരുന്നു. 2 തവണ നാഷണൽ അവാർഡ് കിട്ടിയത്. 3ാമത് കിട്ടിയത് അംബേദ്കർ എന്ന് പറയുന്ന മറാഠി സിനിമയിലാണ്. അതും ഈ ജബ്ബാർ പട്ടേൽ എന്ന് പറയുന്ന സംവിധായകൻ മമ്മൂക്കയെ തേടി ഇവിടെ വന്നു. മഹാരാഷ്ട്രക്കാരനായ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ അംബേദ്കറെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ മമ്മൂക്കയെ തേടി ഇവിടെ വന്നു. അതുപോലെ മറ്റൊരു ദേശീയ അവാർഡിന് വേണ്ടി മിസ്റ്റർ റാം മമ്മൂക്കയെ തേടി ഇവിടെ വന്നിരിക്കുകയാണ്. തീർച്ചയായും പേരൻറ്റിലൂടെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ദേശീയ അവാർഡ് കൂടെ കേരളത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെ ശ്രീ സിബിയൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വിസ്മയിപ്പിച്ചു പെൺകുട്ടിയുടെ അഭിനയം. സച്ച് എ വണ്ടർഫുൾ പെർഫോമൻസ്. എനിക്കറിയില്ല, ആക്ച്വലി ഞാൻ സിബിയോട് ചോദിച്ചത് സത്യമാണ്. കാരണം